കള്ളിയത്ത് കൈരളി TMT പട്രുമാലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ അടുത്തതായി നമുക്ക് മുന്നിൽ പാടുവാനായി എത്തുന്നത് നമുക്കേവർക്കും പ്രിയപ്പെട്ട ബെൻസീറ. ബെൻസീറയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബെൻസീറ, ഹലോ. ഏത് സോങ്ങാണ് ഇവിടെ പാടുന്നത്? ഞാനിന്ന് മാപ്പിളപ്പാട്ടിലെ പ്രശസ്തനായ രചയിതാവ് ബാപ്പു വെള്ളിപ്പറമ്പ് രചിച്ച സുരലോക പൂന്തോപ്പിൽ നിന്ന് തുടങ്ങുന്നു. ഓക്കെ, പ്രിപ്പയർഡ് ആണോ ഇതിന്? പ്രിപ്പയർഡ് ആണ്. പാട്ടിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലുമൊക്കെ അറിയാവോ? ഇതിൻ്റെ സംഗീതം AT ഉമ്മർ സാഹിബാണ്. ഓക്കെ, ഇതിനൊക്കെ മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ എന്തായാലും ഇത്ര എപ്പിസോഡുകളായി, ഇപ്പോൾ ഓഡിയൻസിൽ നിന്നുള്ള റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല റെസ്പോൺസാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ റെസ്പോൺസ് കിട്ടിയത് എൻ്റെ കോളേജിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ ഫ്രണ്ട്സിനൊക്കെ കുറച്ചും കൂടി സ്നേഹം കൂടി. അതെയല്ലേ? അപ്പോൾ എന്തായാലും പട്ടുറുമാല് കാരണം ബെൻസീറയ്ക്ക് കുറേ സ്നേഹിതകളായി അല്ലേ? എന്തായാലും ഈ പാട്ട് എന്തായാലും അടിപൊളിയായി പാടുക. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബെൻസീറ പാടിയത് വളരെ മനോഹരമായി. കാരണം ഒരു പ്രത്യേക ഒരു കുറവും എനിക്കെടുത്ത് പറയാനില്ല. ഏതായാലും എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും എല്ലാ ആശംസകളും നേരുന്നു. ബെൻസീറ മാപ്പിളപ്പാട്ടിലെ തനതായ 2 ഇശലുകൾ കോർത്തിണക്കിയ ഒരു ഗാനമാണ് ഇപ്പോൾ പാടിയിട്ടുള്ളത്. മാപ്പിളപ്പാട്ടിലെ ആകാശം ഭൂമി എന്ന ഗാനത്തിൻ്റെ രീതിയിൽ ചിട്ടപ്പെടുത്തിയതും തുടർന്ന് ഒപ്പന മുറുക്കം എന്ന ഇശലിലുമാണിപ്പോൾ. ആ 2 ഇശലുകളും അതിൻ്റെ തനിമയായ ഈണത്തോടു കൂടി തന്നെ ഭംഗിയായി പാടിയിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ഇശലിനോട് തികച്ചും നീതി പുലർത്തിയിട്ടുണ്ട്. പിന്നെ വളരെ വ്യക്തമായിരുന്നു ഭാഷാ ശുദ്ധിയൊക്കെ, അതിലൊന്നും ഒരു കുഴപ്പം കണ്ടിട്ടില്ല. ഈ ഇശലിനോട്
തികച്ചും ബൻസീറ നീതി പുലർത്തിയിട്ടുണ്ട്. എല്ലാവിധ അഭിവാദ്യങ്ങളും. താങ്ക് യു സർ. ബൻസീറ നന്നായി പാടി. ഈ പാട്ടിന് ഓർക്കസ്ട്രയുടെ നല്ലൊരു പിന്തുണ ഉണ്ടായിരുന്നു. കാരണം അതിൻ്റെ പിന്നെ മാഷ് പറഞ്ഞ ഈ മേറാജ് അല്ലെങ്കിൽ ആകാശം ഭൂമി ഈശ്വലും മാറി ഒപ്പന മുറുക്കം ഇടമുറുക്കം വരുമ്പോൾ അതിൻ്റെയൊക്കെ ആ പാറ്റേണിൽ വളരെ നന്നായി അവരുടെ പിന്തുണ ബൻസീറയ്ക്ക് ഈ പാട്ടിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ മാപ്പിളപ്പാട്ടിൽ ഇപ്പോൾ മുമ്പൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവിടെ ഫാത്തിമ ബീവി, ഇപ്പോൾ ചരിത്രത്തിൽ മാതൃകാ വനിതകൾ, ഇപ്പോൾ ഖദീജ ബീവി, ആയിഷ ബീവി, ഫാത്തിമ ബീവി നബിയുടെ മകൾ എന്നുള്ള രൂപത്തിൽ വളരെയേറെ ചരിത്രത്തിൽ പ്രാധാന്യമുള്ള ഒരു വനിതയാണ്. ഒരുപാട് പാട്ടുകൾ ഇപ്പോൾ നമ്മുടെ മുത്ത് നബിയുടെ ഓമന പുത്രി ഫാത്തിമത്ത് സുഹറ, മുത്ത് അലിയിൻ്റെ ഉത്തമ മണവി ഫാത്തിമസ്തു സുഹറ, അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ. അതേപോലെ ഉമ്മുൽ ഖുറാബില്ലണഞ്ഞ ഉമ്മുൽ കിതാബിൻ്റെ ഉടമ നമ്മുടെ നബിൻ്റെ മകൾ ഫാത്തിമ ബീവി. മനസ്സിലായി കേട്ടില്ലേ പാട്ട്? വേറെ ഈ ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള ഒരുപാട് പാട്ടുകൾ, ഖദീജ ബീവിയെ കുറിച്ചുണ്ട്, ആയിഷ ബീവിയെ കുറിച്ചുണ്ട്. ഫാത്തിമ ബീവിയെ കുറിച്ചിപ്പോൾ നമ്മുടെ മാപ്പിളപ്പാട്ട് രംഗത്തെ വളരെ പ്രശസ്തനായ ഗായകൻ മരണപ്പെട്ട നമ്മുടെ MA അസീസ് ഖാൻ, ആദരവായ മുഹമ്മദ് നബിയുടെ ഓമന പുത്രി ഫാത്തിമ, അലിയാർ തങ്ങൾക്കിണയായുടയോൻ സൃഷ്ടിച്ച ബി ഫാത്തിമ, ആ ഒരു രീതി പിന്തുടർന്നുകൊണ്ട് പുതിയ കാലത്ത് എഴുതിയൊരു പാട്ടാണിത്. അപ്പോൾ നമ്മൾ ഈ പാട്ട് പാടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു വെറൊരു പാട്ടല്ല, ഇങ്ങനെ ഫാത്തിമ ബീവിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ വന്നിട്ടുണ്ട്. അതേപോലൊരു പാട്ടാണ് ഞാൻ പാടുന്നതിനുള്ളൊരു ബോധമൊക്കെ വേണം. അപ്പോൾ നമ്മുടെ മത്സരങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക മറ്റൊരു തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചരിത്രമൊക്കെ അറിഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു ഭാവത്തോടുകൂടി പാടാൻ ഇത്തരം അറിവുകൾ നല്ലതാണെന്നുള്ളതാണ്. വളരെ നന്നായിട്ട് പാടുക. പിന്നെ എനിക്ക് തോന്നുന്നു പാട്ട് വലിയൊരു കോംപ്ലിക്കേറ്റഡ് സോങ് ഒന്നും അല്ലെങ്കിലും അതിൽ ഒരു സെക്കൻഡ് ഹാഫ് തൊട്ടിട്ട് ഭയങ്കരമായിട്ട് ശ്വാസം അടക്കി പിടിച്ചിട്ട് പാടേണ്ട ഭാഗങ്ങളുണ്ടല്ലേ? ഇല്ലേ? കുറേ പോർഷൻ ഇല്ല ഇങ്ങനെ ലെങ്തി ആയിട്ട് വരുന്ന ഒക്കെ വളരെ മനോഹരമായിട്ട് പാടി. ശരിക്കും ശ്വാസമൊക്കെ കൺട്രോൾ ചെയ്ത് നമുക്ക് ആ ബുദ്ധിമുട്ട് അറിയുന്നേ ഉണ്ടായിരുന്നില്ല. ടഫായിരുന്നു ആ ഭാഗം പാടാനെന്നുള്ള. വളരെ നന്നായിട്ട് പാടി ബൻസീറ. അപ്പം നല്ല കമൻസ് ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് സോണാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത സോണിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അറിയില്ല, ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിയെല്ലാം അള്ളാൻ്റെ കയ്യിൽ. ഓക്കെ, എന്തായാലും വരട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഓക്കെ.